പ്രബീഷ് ഇന്നലെ രാവിലെ എത്തിക്കുന്നല്ല ഗൾഫിൽ നിന്ന് ഒന്ന് ഇവിടെ കയറട്ടെ. എൻ്റെ തലവേദൻ്റെ മരുന്നൊക്കെ തീർന്നിക്കുന്നു. ഒന്ന് വിട്ട് കഴിക്കൂ. ആ മുട്ടായിൻ്റെ കടലാസൊക്കെ ഉണ്ട്. മുട്ടായിയൊക്കെ തിന്നിട്ടിക്കുന്നല്ലോ ഇവിടെ. ദിവ്യേ, മോളെ ദിവ്യേ. ആ ഇതാര്? തങ്കേച്ചിയോ? എന്തേ തങ്കേച്ചിയെ? ഒന്നുമില്ല മോളെ, ഇന്നലെ പ്രബീഷ് വന്നിക്കുന്നില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ ഒന്ന് കണ്ടങ്ങ് പോകാൻ വിചാരിച്ചിട്ടാ. ആ പ്രബീഷേട്ട ഇന്നലെ പൊലച്ചക്കെത്തി. ആ മെനയാന്ന് രാജന്റെ മോനും വന്നിക്കുന്നു മോളെ. ഓന് ഈ പറയണ്ട എന്തെല്ലാം സാധനാ മോളെ കൊണ്ട തന്നത് എനിക്ക് കേക്കണോ? ടൈഗർ ബാം, സ്പ്രേ, പിന്നെ ഇല്ലേ മോളെ ഒരു സോപ്പ് കൊണ്ടുവന്നിക്കുന്നത്. എന്തൊരു മണമുള്ള സോപ്പാണ് മോളെ. രാവിലെ കുളിച്ചാൽ വൈകുന്നേരം വരെ അതിന്റെ മണം പോകൂല. അമാതിരി ഒരു സോപ്പ്. പിന്നെ ഒരു മരുന്ന് തന്നിട്ടുണ്ട് മോളെ പല്ലുവേദനേൻ്റെ. അത് വെച്ചാൽ പല്ലുവേദന എവിടെ പോയിന്നുണ്ടാവൂല. അമാതിരി ഒരു മരുന്നു. പിന്നെ കുറെ വിരിയോ കുറെ മുട്ടായിയോ എന്തൊക്കെയോ ഉണ്ട്. ആ പ്രബീഷേട്ട പ്രാവശ്യം വരുമ്പോൾ പിന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്താ വെച്ചാൽ വിസ മാറ്റി അടിച്ചിട്ട് വേഗം പോവും. 10 ദിവസത്തെ ലീവിന് വന്നതല്ലേ. ഇപ്പോൾ വെറുതെ ആടുന്നുള്ള സാധനവും പേറി വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, ഒന്നും കൊണ്ടുവരണ്ടാന്ന്. എന്നാലും മുട്ടായിയോ കൊണ്ടുപോകുന്നുണ്ടാവില്ലേ ചെറിയ മക്കൾക്ക്? ചോക്ലേറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കുറച്ച്. അത് പിന്നെ പ്രബീഷേട്ട ഇവിടെ എത്തിയ പാടന്നെ മക്കൾ പൊളിച്ച് തിന്ന് തീർത്തക്കിന്. ആർക്കും കൊടുക്കാൻ കിട്ടിയില്ല. എല്ലാം മുഴുവൻ പിള്ളേർ തിന്നാളിന്. അപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലേ? ഞാൻ പിന്നെ അവിടെ കുത്തിരിക്കുന്നില്ല. ഞാൻ പോട്ടെ എന്നാല്. ഗൾഫിൽ നിന്ന് വന്നു പറഞ്ഞിട്ട് പാഞ്ഞു വല്ലാത്ത സാധനത്തല്ലേ. ഒരു സാധനവും ഇല്ല പോലെ. ഒരു മുട്ടായി പോലും തരാണ്ട് ഒക്കെ പൂത്തി വെച്ചിട്ടുണ്ടാവുക. അത് എല്ലാ സാധനത്തുകളും